Good afternoon. Good afternoon, Miss. Christmas ഒക്കെ കഴിഞ്ഞോ? എന്താണ് ആർക്കും ഒരു ഉഷാറില്ലാത്ത? ക്രിസ്മസിന്റെ ഒക്കെ ക്ഷീണാണോ? എന്താണ് ആരും ഒന്നും ഒരു റെസ്പോൺസും ഇല്ലാത്ത? ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചില്ലേ? രേവതി ഇവിടെ എസ് കാണിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച എല്ലാവരും ആഘോഷിച്ച് ആതിര കേക്കാൻ പറ്റില്ല. സൗണ്ട് കുറവായിട്ടാണോ? കേക്കുന്നില്ലേ പറയുന്നേ? ക്രിസ്മസ് കുറച്ച് പേരാണ് എന്നൊക്കെ ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പിള്ളേരൊക്കെ അവധി ആയതുകൊണ്ട് വീട്ടിലുള്ളത് കൊണ്ടാണോ? ടൂറിലൊക്കെ ആയിരിക്കും അല്ലേ? പിള്ളേർക്ക് വെക്കേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ജെനറ്റിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലെ? ജെനറ്റിക്സ് തുടങ്ങിയായിരുന്നു, ജനിതക ശാസ്ത്രം. ഇതും നമ്മള് ബയോളജിയില് PSC ലെവലില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ അതിനകത്ത് നമ്മള് ജെനറ്റിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ജീനിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെ? ജീനിനെ കുറിച്ചും അതിന്റെ ഹെറിഡിറ്റി അതുപോലെ വേരിയേഷൻ അതിനെ കുറിച്ചൊക്കെ ഉള്ള ആ ഒരു സ്റ്റഡിക്കാണ് നമ്മള് എന്താണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഹു ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ആരാണ് ഫാദർ എന്നറിയപ്പെടുന്നത്? ഗ്രിഗർ ജോൺ മെന്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഓരോ കുട്ടികളിൽ നിന്ന് നമ്മുടെ കുട്ടികളിലേക്ക് അത് പാരന്റ്സിൽ നിന്ന് ക്യാരക്ടേഴ്സ് ഒക്കെ ജീനും വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പാരമ്പര്യ സ്വഭാവം ഇങ്ങനെ സ്വഭാവം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടുപോകുന്ന ജീനുകളാണ്. പാരമ്പര്യ സ്വഭാവ വാഹകരാണ് ജീനുകൾ എന്ന് പറഞ്ഞു അല്ലെ? ജീൻ ഈസ് ദ ബേസിക് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ എന്താണ് പാരമ്പര്യ സ്വഭാവ വാഹകരാണ് ജീനുകൾ എന്ന് പറഞ്ഞു. നമ്മള് ജീൻ എന്ന പദം കൊണ്ടുവന്നത് വില്യം ജോഹാൻസൺ ആണ്. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. അപ്പൊ ഇങ്ങനെ ഈ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോംസിലാണ് അല്ലെ? ക്രോമസോംസിലാണ്. ഇനി ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിന്റെയും പ്ലാന്റ് സെല്ല് അല്ലെ? പ്ലാന്റിന്റെയും ആനിമലിന്റെയും ഒക്കെ സെല്ലിന്റെ ഉള്ളില്, അതായത് ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ത്രെഡ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് നമ്മള് ജീനുകള് പാരമ്പര്യ സ്വഭാവ വാഹകരാണ് ജീനുകള്. ഈ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് DNA ആണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA. ഞാൻ പറഞ്ഞു അത് നമ്മൾ മൂന്നും കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. പാരമ്പര്യ സ്വഭാവ വാഹകരാണ് ജീനുകള്. ഈ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലാണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA എന്ന് പറയുന്നത്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. ഓരോ ക്രോമസോമിലുള്ള DNA-കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 DNA ആണുള്ളത്. ഓരോ ക്രോമസോമിലും ഉള്ള DNA-കളുടെ എണ്ണം 2 എണ്ണാണുള്ളത്. ഇനി DNA-യുടെ ഷേപ്പാണ് നമ്മൾ പറഞ്ഞത്, ആകൃതി എന്ന് പറഞ്ഞത് ഡബിൾ ഹെലിക്സ് മോഡലാണ്. ഗോവടിയുടെ ആകൃതി അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആണ് DNA-ക്ക് ഉള്ളത്. ഈ സ്ട്രക്ചർ കണ്ടുപിടിച്ചത്, ഈ മാതൃക കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് DNA-യുടെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്ത് കാണിക്കാം. DNA-യുടെ സ്ട്രക്ചർ നോക്കാം. കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്?
ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ഇനി നമുക്ക് നോക്കാം DNA സ്ട്രക്ചർ. അപ്പൊ നമുക്ക് ഈ ഓരോ ക്രോമസോമിലുള്ള DNA എണ്ണം എന്ന് പറഞ്ഞ 2 DNA ആണുള്ളത്. ഓരോ ക്രോമസോമിലുള്ള DNA എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. ഇനി അതിന്റെ ആകൃതി ഡബിൾ ഹെലിക്സ് അല്ലെങ്കിൽ ചുറ്റുഗോവണിയുടെ ആകൃതിയാണുള്ളത്. ആ സ്ട്രക്ചർ അത് കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് കിക്കും ആണ്. ഇനി നമുക്ക് നോക്കാം DNA സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ നോക്കിയാൽ ഈ റിബൺ പോലെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഇത് കണ്ടോ, അതിന്റെ DNA നെടിയ ഇഴകൾ എന്ന് പറയും. ആ ഇഴകൾ പോലെ ഇരിക്കുന്ന, ആ റിബൺ പോലെ ഇരിക്കുന്ന, ആ വളഞ്ഞ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ആ ഭാഗം ആ DNA അതല്ലാത്ത എന്ന് പറഞ്ഞ അത് അതിന്റെ നെടിയ ഇഴകൾ എന്നറിയപ്പെടുന്നു. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ്. നോക്കി, അതിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റും കൊണ്ടാണ്. അപ്പോൾ നെടിയ ഇഴകളിൽ കാണപ്പെടുന്ന തന്മാത്രയാണ് ഷുഗറും ഫോസ്ഫേറ്റും. ആ റിബൺ പോലെ ചുറ്റിയിരിക്കുന്നതാണ് നെടിയ ഇഴകള്. അത് DNA ഓരോ ക്രോമസോമിലും DNA 2 DNA ആണുള്ളത്. ആ DNA ആ നെടിയ ഇഴകളിൽ കാണപ്പെടുന്ന തന്മാത്ര ഫോസ്ഫേറ്റും ഷുഗറും ആയിരിക്കും, ഷുഗറും ആണ്. ഇനി നോക്കിയേ, അതിന്റെ പടികൾ പോലെ കണ്ടോ, ഓരോ പടി കോണി പോലെ നമ്മള് അതാണ് ചുറ്റുഗോവണി എന്ന് പറഞ്ഞ ആ പടികൾ കണ്ടോ. ആ പടികള് ആ DNA ഈ പടികള് നിർമ്മിച്ചിരിക്കുന്നത്, പടികളിലെ DNA ആ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോടൈഡ് ആണ്, ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം. പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലാണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA എന്ന് പറയുന്നത്. ഇനി DNA നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ന്യൂക്ലിയോടൈഡുകൾ, ന്യൂക്ലിയോടൈഡ്സ്, NUCLEOTIDE, ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ DNA അടിസ്ഥാന ഘടകം ഏതാ? ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങളാണ് പെന്റോസ് ഷുഗർ, രണ്ടാമത്തെ ഫോസ്ഫേറ്റ്, മൂന്നാമത്തെയാണ് നൈട്രജൻ ബേസുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ആ പടികള് ആ DNA നെടിയ ഇഴകളിൽ ഉണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര എന്ന് പറഞ്ഞ ഷുഗറും ഫോസ്ഫേറ്റും ആണ്. പിന്നെ ഒരെണ്ണം പറഞ്ഞത് നൈട്രജൻ ബേസ് ആണ്. അത് അതിന്റെ പടികളിൽ കാണപ്പെടുന്ന DNA പടികളിൽ കാണപ്പെടുന്ന തന്മാത്രയാണ് നൈട്രജൻ ബേസുകൾ. അപ്പൊ അതിൽ ഓരോ നൈട്രജൻ ബേസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ നോക്കി വെക്കാം. DNA നിർമ്മിച്ചിരിക്കുന്ന RNA നമുക്ക് പറയാം. DNA നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ന്യൂക്ലിയോടൈഡുകൾ. ന്യൂക്ലിയോടൈഡിന്റെ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട്, നൈട്രജൻ ബേസുകളുണ്ട്. അപ്പോ ഈ DNA ആ നെടിയ ഇഴകളിൽ കാണപ്പെടുന്നതാണ് തന്മാത്രയാണ് ഷുഗറും ഫോസ്ഫേറ്റും. ഇനി ആ പടികളിൽ കാണപ്പെടുന്ന തന്മാത്രയാണ് നൈട്രജൻ ബേസുകള്, നൈട്രജൻ ബേസ്. ഇത് ചോദിക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോക്കുക, DNA നൈട്രജൻ ബേസുകൾ 4 നൈട്രജൻ ബേസുകളാണ് DNA അത് ഓരോന്നും നോട്ട് ചെയ്യണം. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അങ്ങനെ DNA നൈട്രജൻ ബേസുകൾ 4 നൈട്രജൻ ബേസുകളാണ്. അതാണ് അവിടെ സ്ട്രക്ചറിൽ എ എന്ന് പറഞ്ഞ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? അഡിനിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസിനെയാണ്. അപ്പൊ DNA 4 നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ ADENINE, അഡിനിൻ. രണ്ടാമത്തെയാണ് ഗ്വാനിൻ, GUANINE, ഗ്വാനിൻ. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് തൈമിൻ, THYMINE. പിന്നെ അടുത്തത് ഫോർത്ത് വൺ ആണ് സൈറ്റോസിൻ, CYTOSINE, സൈറ്റോസിൻ. അപ്പൊ അത് ചോദിക്കാം, DNA താഴെ തന്നിരിക്കുന്ന DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ. അപ്പൊ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ് DNA നൈട്രജൻ ബേസുകള്? ഏതൊക്കെയാണ്? സൈറ്റോസിൻ. 4 നൈട്രജൻ ബേസുകളാണ് DNA ഓക്കെ.
അപ്പൊ നമുക്ക് നോക്കാം DNA-ല്. ഇനി ഓരോ നൈട്രജൻ ബേസുകളും അത് പെയർ ചെയ്യുന്നത് DNA-ലെ അഡിനിൻ എന്ന് പറഞ്ഞ ബേസ്, നൈട്രജൻ ബേസ് ജോഡി ചേരുന്നത് തൈമീനുമായിട്ടായിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അഡിനിൻ ഏതുമായിട്ടാണ് പെയർ ചെയ്യുന്നത്, ജോഡി ചേരുന്നത്? അഡിനിൻ ജോഡി ചേരുന്നത് തൈമീനുമായിട്ട്. കണ്ടോ, ഏടെ അവിടെ കണ്ടോ, ടീന്ന് കണ്ടോ, ഏടെ ഇപ്പുറ സൈഡിൽ കൊടുത്തേക്കുന്ന അതിന്റെ ജോഡി എന്ന് പറഞ്ഞ തൈമീനായിരിക്കും. അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തൈമീനുമായിട്ടായിരിക്കും. ഗ്വാനിൻ സൈറ്റോസിനും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പഠിക്കുക, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പൊ അങ്ങനെ ഓരോന്നും പെയർ ചെയ്യുന്നത് DNA-യിലെ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് തൈമീനുമായിട്ടും ഗ്വാനിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസ് സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും 4 നൈട്രജൻ ബേസുകൾ അത് ഏതൊക്കെ ആരെല്ലാമായിട്ടാണ് പെയർ ചെയ്യണേന്നുള്ള കാര്യം നോക്കി വെക്കാം. ഇനി നമുക്ക് RNA. അപ്പൊ ഈ DNA എന്ന് പറഞ്ഞ എത്ര 2 ഇതുണ്ട് അല്ലെ, 2 സ്ട്രാൻഡ്സ് ആയിട്ടായിരിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് DNA. ഇനി നമുക്ക് നോക്കാം. അപ്പൊ DNA എന്താണ്? നമ്മള് ജീൻ, ഇതെന്ന് വെച്ചാൽ പാരമ്പര്യ സ്വഭാവവാഹകരാണ് ജീനുകൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത അതുപോലെ DNA-യുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി DNA-യിലെ ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. അതും കൂടി നോക്കണം. DNA-യിൽ കാണപ്പെടുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോസ്. അതിന്റെ ഇത് DNA എന്ന് പറയുമ്പോൾ അറിയാം, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് ഫുൾ ഫോം DNA-യുടെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA-യിൽ കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്, ഡിയോക്സി റൈബോസ്. ഇനി ഇതുപോലെ തന്നെ RNA എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന, പ്രോട്ടീനിന്റെ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, റൈബോ ന്യൂക്ലിക് ആസിഡ്. ആ DNA RNA തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അതില് ഇഴകള്, RNA-യിലുള്ള ഇഴകള് ഒരു ഇഴയേ ഉള്ളൂ. RNA-യിലെ ഇഴകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 ആണ്. DNA-യിൽ 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, 2 ഇഴകൾ കാണപ്പെടുന്നുണ്ട്. അതാണ് അതിന്റെ ആ ഡിഫറൻസ് വരുന്നത്. RNA പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA-യിലുള്ള ഇഴകളുടെ എണ്ണം 1 ആണ്. ഇനി നോക്കാം, RNA-യിലുള്ള നൈട്രജൻ ബേസുകള്. DNA-യിൽ നമ്മൾ പറഞ്ഞല്ലോ 4 അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതാണ് DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകള്. ഇനി RNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ. അവിടെ 3ാമത്തെ നൈട്രജൻ ബേസ് യുറാസിൽ ആണ്, URACIL, യുറാസിൽ. അടുത്ത് സൈറ്റോസിൻ. അപ്പൊ അത് നമുക്ക് ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, DNA ഈ RNA-യില് തൈമീന് പകരം വരുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് ചോദിക്കാം. RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ്, തൈമീന് പകരം ഇവിടെ RNA-യിൽ വരുന്ന നൈട്രജൻ ബേസ് യുറാസിലാണ്, യുറാസിൽ. അപ്പൊ RNA-യിലെ നൈട്രജൻ ബേസുകൾ 4 അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. അതുപോലെ തന്നെ അത് പെയർ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. അഡിനിൻ ഗ്വാനിനുമായിട്ടും ഇവിടെ തൈമീന് പകരം യുറാസിലാണ്, യുറാസില് സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്, ജോഡി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ DNA-യിലെ RNA-യിലെ ആ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ RNA-യില് നമ്മൾ പറഞ്ഞു, RNA എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, ഒരു ഇഴ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രോട്ടീൻ നിർമ്മാണം, RNA എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്ന DNA-യിലെ സന്ദേശം കൊണ്ടുപോകുന്ന പകർത്തിയ RNA-ക്കാണ് mRNA എന്ന് പറയുന്നത്. M സ്മോൾ ലെറ്റർ എഴുതണം, mRNA. പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്ന DNA-യിലെ സന്ദേശം കൊണ്ടുപോകുന്ന മെസ്സേജ്, അതാണ് എന്നുള്ള ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. സന്ദേശം പകർത്തിയ RNA ആണ് mRNA എന്ന് പറയുന്നത്, mRNA. പിന്നെ അടുത്ത അമിനോ ആസിഡുകള് ഈ റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ആണ്
tRNA ട്രാൻസ്ഫർ ചെയ്യുക. അതിന്റെ ഇതും കൊണ്ട് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ടി, സ്മോൾ ലെറ്റർ ടി എഴുതുക, RNA എന്ന് കൊടുക്കുക. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ആണ് tRNA. എന്താ റൈബോസോം? എവിടെ കാണുന്നത് റൈബോസോം? സെല്ലിനുള്ളിൽ കാണപ്പെടുന്നു. സെല്ലിന്റെ ഉള്ളില്, അതായത് സൈറ്റോപ്ലാസത്തില് അല്ലെ, സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ പുറമേ ഉള്ള ഭാഗത്തിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും അല്ലെ. ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും സെൽ മെമ്പറൈൻ, ഇതാണ് സെല്ലിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തില് കോശദ്രവ്യം, മലയാളത്തിൽ കോശദ്രവ്യം എന്ന് പറയും. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളാണ് അല്ലെ മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, അങ്ങനെ കുറെ പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതില് റൈബോസോം, അങ്ങനെയുള്ള ഈ സൈറ്റോപ്ലാസത്തില് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് റൈബോസോം എന്ന് പറയുന്നത്. അത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോം ആണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോം ആണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന റൈബോസോം ആണ്. പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നതാണ് റൈബോസോം. ഓക്കെ, അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അമിനോ ആസിഡുകള് റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ആണ് tRNA. ഇനി റൈബോസോമിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന RNA ആണ് rRNA. അതിൽ 6 സ്മോൾ ലെറ്റർ എഴുതുക, rRNA. അപ്പൊ 3 നമ്മൾ പറഞ്ഞത്. മെസ്സേജ്, ഈ പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്ന DNA മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം പകർത്തിയ RNAക്കാണ് mRNA എന്ന് പറഞ്ഞത്. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ആണ് tRNA. റൈബോസോമിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന RNA ആണ് rRNA എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ആ സ്ട്രക്ചറിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ DNA സ്ട്രക്ചർ, അതിനകത്ത് വരുന്ന നൈട്രജൻ ബേസുകള്, ആ 4 നൈട്രജൻ ബേസുകള്, അതിന്റെ പേരുകൾ പഠിക്കാം. അത് ഏത് ആയിട്ടാണ് ജോഡി ചേരുന്നത് എന്നുള്ളത്. അങ്ങനെയാണ്. സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, അപ്പൊ നിങ്ങക്ക് ആ DNA സ്ട്രക്ചർ നിങ്ങക്ക് മനസ്സിലായില്ലേ? DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ആ റിബൺ പോലെ കാണപ്പെടുന്ന ഭാഗമില്ലേ, ആ റിബൺ പോലെ ആ കാണപ്പെടുന്ന ആ ചുറ്റി കോണയുടെ ഇത് ചുറ്റിയിരിക്കുന്നില്ലേ, അതുപോലെ ആ റിബൺ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ആ DNA നെടിയ ഇഴകള്. നെടിയെന്ന് വെച്ചാൽ നേരെ ഇരിക്കുന്നതിനുള്ള നെടിയ ഇഴകള്. അത് ഉണ്ടാക്കിയിരിക്കുന്ന തന്മാത്ര എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഭാഗം. അത് ബാക്ക് ബോൺ ആണ്. ഈ DNA ബാക്ക് ബോൺ, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കണ്ട, അത് നെടിയ ഇഴകള്. പിന്നെ നമ്മൾ പറഞ്ഞത് DNA പടികളാണ്. കണ്ട, ഓരോ സ്റ്റെപ്പ് പോലെ കാണപ്പെടുന്നത്. അത് നൈട്രജൻ ബേസുകളാണ്. അത് നൈട്രജൻ ബേസുകള് കണ്ടോ, നൈട്രോജീനസ് ബേസ്. ആ സ്ട്രക്ചർ നോക്കി അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ DNA എന്ന് പറഞ്ഞ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പൊ ഈ നൈട്രജൻ ബേസുകള് 4 നൈട്രജൻ ബേസുകളാണ് DNA-ലുള്ളത്. ഓക്കെ, 4 നൈട്രജൻ ബേസുകൾ ഉണ്ട്. ആ നൈട്രജൻ ബേസുകളുടെ പേരാണ് നമ്മൾ പറഞ്ഞത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. 4 നൈട്രജൻ ബേസുകൾ. ഇനി അത് ഓരോ നൈട്രജൻ ബേസും ഏതുമായിട്ടാണ് പെയർ ചെയ്യണേ എന്നുള്ളത് നോക്കണം. അപ്പൊ 4 നൈട്രജൻ ബേസുകളും അതിന്റെ പേര് നിങ്ങൾ പറയണം. പിന്നെ അത് ഏതുമായിട്ടാണ് പെയർ ചെയ്യണേ എന്നുള്ളത് നോക്കണം. ഓക്കെ, അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തൈമീനുമായിട്ടായിരിക്കും. ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ആ DNA-യിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് RNA ആണ് പറഞ്ഞത്. RNA-യുടെ ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA-യിൽ കാണപ്പെടുന്ന ഷുഗർ റൈബോസ് ആണ്. ഷുഗർ DNA-യിലെ ഷുഗർ ഏതായിരുന്നു? ഡിയോക്സി റൈബോസ്. DNA ഡിയോക്സി റൈബോസ്. RNA-യിലുള്ള ഷുഗർ റൈബോസ് ആണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആണ് RNA. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ആസിഡ് ആണ് RNA. RNA-യില് സ്ട്രാൻഡ്സ് എത്രയുണ്ട്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഒറ്റ ഇഴ മാത്രമേ ഉള്ളൂ RNA എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ നമ്മൾ 3 തരത്തിലുള്ള RNA-കളാ പറഞ്ഞത്. അതിനകത്ത് ഓരോ അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്ന DNA-യിലെ അതിന്റെ സന്ദേശം മെസ്സേജ് കൊണ്ട് പകർത്തിയ RNA-ക്കാണ് mRNA എന്ന് പറയുന്നത്. mRNA. M സ്മോൾ ലെറ്ററിൽ എഴുതണം, mRNA. പിന്നെ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്ന RNA-ക്കാണ് tRNA എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ആണ് അല്ലെ. റൈബോസോമുകൾ, അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്ന RNA-ക്കാണ് tRNA എന്ന് പറയുന്നത്. ഇനി റൈബോസോമിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന RNA ആണ് rRNA. അങ്ങനെ 3 പറഞ്ഞ് mRNA, tRNA, rRNA. അത് 3 ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ റൈബോസോം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. റൈബോസോം എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെയും ആനിമൽ സെല്ലിന്റെയും ഒക്കെ ഉള്ളില്, അതായത് സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന കുറച്ച് പദാർത്ഥങ്ങളുണ്ട്. അതാണ് അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ലൈസോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അത് ആ സെല്ലിന്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പദാർത്ഥങ്ങളൊക്കെ ആ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു പദാർത്ഥമാണ് ഏത് റൈബോസോം എന്ന് പറയുന്നത്. അത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇതാണ് റൈബോസോം. എന്താണെന്ന്, എവിടെയാണ് റൈബോസോം എന്താണെന്നുള്ള അതിന്റെ ഫംഗ്ഷന് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ DNA സ്ട്രക്ചറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് പിന്നെ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസുകളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ജെനറ്റിക്സിന്റെ ഈ ഒരു ഏരിയന്ന് അങ്ങനെയാ ചോദിക്കുന്നത്. അപ്പൊ അത് ഏത്, ഇപ്പൊ ഒന്നാമത്തെ നമ്മൾ പറയുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ്, അതായത് ഈ ക്രോമസോമിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ് ആ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ. അപ്പൊ പിന്നെ ഈ ഡിസീസസിന് അല്ലെങ്കിൽ ഡിസോർഡർ ആണ് പിന്നെ അത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ഫസ്റ്റ് വണ് ഇപ്പൊ ക്രോമസോമൽ ഡിസോർഡേഴ്സില്, അപ്പൊ ക്രോമസോംസിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു ചെറിയ വേരിയേഷൻസ് കാര്യങ്ങൾ കൊണ്ടൊക്കെ വരുന്ന ഡിസീസ് ആണ്. അതിൽ 3 നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് ഡൗൺ സിൻഡ്രോം. DOWN, ഡൗൺ സിൻഡ്രോം. അതിന് പറയുന്ന മറ്റൊരു പേരാണ് മംഗോളിസം. അപ്പൊ മംഗോളിസം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡൗൺ സിൻഡ്രോം ആണ്. അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോമിന്റെ മറ്റൊരു പേരാണ് മംഗോളിസം. ഓക്കെ. മംഗോളിസം. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പറയുവാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ഡൗൺ സിൻഡ്രോം, അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തില് എത്ര ക്രോമസോംസ് ആണുള്ളത്? നമുക്ക് ക്രോമസോമുകളുടെ എണ്ണം എത്ര ഹ്യൂമൻ ബീങ്സില്? 46 അല്ലെ. 46 ക്രോമസോം ആണ് ഉള്ളത്. അതായത് 23 പെയേഴ്സ്, 23 ജോഡി, 46 ക്രോമസോമുകളാണ് സാധാരണ എന്നല്ല ഹ്യൂമൻ ബീങ്സിന്റെ ക്രോമസോം നമ്പർ 46 ആണ്. അപ്പൊ അതില് നമ്മൾ ഈ ക്രോമസോംസിന്റെ ഇത് പറയുമ്പോൾ പറയാം, മൊത്തം 46 ക്രോമസോംസ് അല്ലേ. അപ്പൊ അതില് 44 ഓട്ടോസോംസുകളും പ്ലസ് 2 സെക്സ് ക്രോമസോംസും ആണ് കാണുന്നത്. 44 ഓട്ടോസോംസ്, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ സ്വരൂപ ക്രോമസോം എന്നാ പറയുന്നത്. അപ്പൊ മൊത്തം 46 ക്രോമസോം. അതില് 44 ഓട്ടോസോംസ് പ്ലസ് 2 സെക്സ് ക്രോമസോം ആണ് ഉള്ളത്. അങ്ങനെയാണ് മൊത്തം 46 ക്രോമസോം ആവുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ സ്ട്രക്ചറൽ ഇതായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മള് 44 ഓട്ടോസോം പ്ലസ് 2 സെക്സ് ക്രോമസോം ആണ്. ഇനി പുരുഷന്മാരിലാണെങ്കിൽ ലിംഗ ക്രോമസോമുകൾ എക്സും വൈയും ആയിരിക്കും. ആ 2 സെക്സ് ക്രോമസോം പറഞ്ഞില്ലേ, അത് എക്സും വൈയും ആയിരിക്കും. പുരുഷന്മാരിലെ ലിംഗ ക്രോമസോമുകൾ എക്സും വൈയും. സ്ത്രീകളിലാവുമ്പോൾ സ്ത്രീകളിലുള്ള ഈ ലിംഗ ക്രോമസോമാണ് എക്സ് ഉണ്ടോ, എക്സും. അപ്പൊ അത് നമ്മൾ പുതിയ ജനറലൈസേഷനിലേക്ക് വരുമ്പോൾ ഫാദറിന്റെയും മദറിന്റെയും ഓരോ ഇതല്ലേ വരുന്നത്. അതാണ് 23 ജോഡി. ഫാദറിന്ന് 21, മദറിന്ന് 21. അങ്ങനെ 46 ക്രോമസോമാണ് മൊത്തം വരുന്നത്.
ഓക്കെ. അപ്പൊ നമ്മൾ ഈ സ്ത്രീകളില് ഇപ്പൊ നമ്മൾ ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്നത് ഈ ഒരു എന്താ പറയാ ആ ഫാദറിന്റെ Y ക്രോമസോമിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതായത് ഫാദറിന്റെ നമ്മൾ പറഞ്ഞല്ലോ സെക്സ് ക്രോമസോമിൽ ഒരു എക്സും ഉണ്ട് ഒരു വൈയും ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഫീമെയിലിന്റെ കേസിലാവുമ്പോൾ 2 എക്സ് ക്രോമസോമാ ഉള്ളത്. അതെന്തായാലും ഒരു എക്സ് അവിടെ ഉണ്ടാവും ഓൾറെഡി. അപ്പൊ ഫാദറിന്റെ ഒരെണ്ണം എക്സ് ആണ് വരുന്നതെങ്കിൽ ആ 2 എക്സും ചേർന്നിട്ട് ഫീമെയിൽ ആയിരിക്കും. ഇനി ഫാദറിന്റെ നമ്മുടെ ഫീമെയിലിന്റെ എക്സ് ഓൾറെഡി 2 എക്സിൽ ഒരു എക്സ് തന്നെയാണല്ലോ, എക്സ് ഓൾറെഡി ഉണ്ട്. ഇനി ഫാദറിന്റെ Y ക്രോമസോം ആണ് വരുന്നതെങ്കിൽ എക്സും വൈയും ചേർത്തിട്ട് മെയിൽ ആയിരിക്കും. കണ്ടോ? അപ്പൊ അങ്ങനെ കുട്ടി ഏതാണെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫാദറിന്റെ ഈ Y ക്രോമസോമിനെ ബേസ് ചെയ്തിട്ടാണ്. ഫാദറിന്റെ എക്സ് ആണ് വരുന്നതെങ്കിൽ എക്സും ചേർന്നിട്ട് ഫീമെയിൽ ആയിരിക്കും. Y ആണെങ്കിൽ നമ്മുടെ എക്സ് ഉണ്ട്, ആ ഫാദറിന്റെ വൈയും കൂടി ചേരുമ്പോൾ എക്സ് വൈ അവിടെ മെയില്, കുട്ടി മെയിലായിരിക്കും. അങ്ങനെയാണ് അത് എഴുതുന്നത്. അപ്പൊ നമ്മുടെ ക്രോമസോം ജനിതക ഘടന നമ്മൾ എഴുതുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ 44+XX എന്നായിരിക്കും സ്ത്രീകളില്. മെയിലിന്റെ കേസിൽ എങ്ങനെ എഴുതും? 44+X വൈയും ആയിരിക്കും ജനിതക ഘടന എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോർമലി അത് അങ്ങനെയാണ്. ഇപ്പൊ പുരുഷന്മാരുടെ ആണെങ്കിൽ 44 അത് 44 ഓട്ടോസോംസ് തന്നെയാണ്. അത് മെയിലും ഫീമെയിലും അങ്ങനെ തന്നെയാണ്. 44 ഓട്ടോസോംസ് പ്ലസ് 2 സെക്സ് ക്രോമസോംസ്. ഫീമെയിലാണെങ്കിൽ എക്സും മെയിലാണെങ്കിൽ എക്സും വൈയും ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡൗൺ സിൻഡ്രോം ആണ്. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യരില് 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ കാണപ്പെടുന്ന രോഗത്തിനാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് 44 ഓട്ടോസോംസിന് പകരം ഒരു ഓട്ടോസോമും കൂടി കൂടുതലായിരിക്കും. അപ്പൊ 45 ഓട്ടോസോംസ് ഉണ്ടായിരിക്കും. ഓക്കെ. 45 ഓട്ടോസോംസും പിന്നെ 2 സെക്സ് ക്രോമസോമും. അപ്പൊ അങ്ങനെ ഒരു 44 ഓട്ടോസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമിന് പകരം ഒരു ക്രോമസോമും കൂടി ചേരുമ്പോൾ അങ്ങനെ 45 ക്രോമസോംസ് വരുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് മൊത്തം എത്ര ഉണ്ടാവും? ഈ ക്രോമസോമുകൾ എത്ര വരും മൊത്തം? അപ്പൊ 45 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസും. അപ്പൊ മൊത്തം എത്രയായി? 47 ക്രോമസോം. കണ്ടോ? അപ്പൊ നോക്കിയേ, 46 നോർമലി ഹ്യൂമൻ ബീയിങ്സിന്റെ ക്രോമസോം നമ്പർ. അപ്പൊ അവർക്കുടെ കേസിൽ എത്ര വരും? 47 ക്രോമസോം ആയിരിക്കും. അതാണ് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം എന്ന് പറയുന്നത്. ഇനി അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ 45 ഓട്ടോസോംസ് പ്ലസ് XX. ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ 45 ഓട്ടോസോം പ്ലസ് എക്സും മെയിലിന്റെ കേസിലാണെങ്കിൽ 45 ഓട്ടോസോം പ്ലസ് എക്സും വൈയും ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ 45 ഓട്ടോസോംസ് ഉണ്ടായിരിക്കും. അതാണ് ഡൗൺ സിൻഡ്രോം. ഇനി രണ്ടാമത്തെയാണ് ടർണേഴ്സ് സിൻഡ്രോം. ടർണേഴ്സ് സിൻഡ്രോം TURNER ടർണേഴ്സ് സിൻഡ്രോം SYNDROME ടർണേഴ്സ് സിൻഡ്രോം. ഇത് സ്ത്രീകളില് ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥയ്ക്കാണ്. സ്ത്രീകളിലുള്ള ലിംഗ ക്രോമസോം 2 എണ്ണം എക്സും അതിൽ ഒരെണ്ണം ഉണ്ടാവില്ല, ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു അവസ്ഥയ്ക്കാണ് ടർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ടർണേഴ്സ് സിൻഡ്രോം. ഈ ടർണർ സിൻഡ്രോം ഉള്ള ഒരാളുടെ ശരീരത്തിലുള്ള ക്രോമസോം നമ്പർ അപ്പൊ എത്രയായിരിക്കും? അവർക്ക് 44A+X. ഒരു എക്സ് അല്ലേ ഉള്ളൂ, ഒരു എക്സ് ഇല്ല, അവിടെ 0 ആണ്, ഒരു എക്സ് ഇല്ല. അപ്പൊ 44 ഓട്ടോസോമും ഒരു സെക്സ് ക്രോമസോമും ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് 45 ക്രോമസോം ആയിരിക്കും ഉള്ളൂ. കണ്ടോ? അപ്പൊ ഡൗൺ സിൻഡ്രോമിൽ എത്രയായിരുന്നു? 47 ക്രോമസോം ഉണ്ടായിരുന്നു. ടർണർ സിൻഡ്രോമില് ഒരു ക്രോമസോം കുറവാണ് സ്ത്രീകളില്. അപ്പൊ അതിനാണ് 45 ക്രോമസോമാണ് ഉള്ളത്. 2 ഡിസീസസ് ആണ് ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഡൗൺ സിൻഡ്രോം പറഞ്ഞു, രണ്ടാമത്തെ ടർണർ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോംസിൽ എങ്ങനെയായിരുന്നു? 44 ഓട്ടോസോം ഓൾറെഡി നോർമൽ ഉള്ളതിൽ ഒരു ഓട്ടോസോം കൂടി. അപ്പൊ 45 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോം കൂടി വരുമ്പോൾ അങ്ങനെ 47 ആയിരിക്കും അവർക്കുടെ ക്രോമസോം നമ്പർ.
രണ്ടാമത്തെ ടർണർ സിൻഡ്രോം, അവിടെ എന്താണ്, ഒരു സെക്സ് ക്രോമസോം കുറവായിരിക്കും. അപ്പൊ 44 ഓട്ടോസോമും പ്ലസ് ഒരു എക്സ് ക്രോമസോമും ഉള്ളൂ. അപ്പൊ മൊത്തം 45 ക്രോമസോമും ഉള്ളൂ അവർക്കിടയിൽ. ഇനി മൂന്നാമത്തെയാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. KLINEFELTER, ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം, KLINEFELTER, ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. അപ്പൊ ഇത് പുരുഷന്മാരില് ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കൂടുന്ന അവസ്ഥയ്ക്കാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അവർക്കിടെ എന്താണ്, ഒരു ക്രോമസോം, ലിംഗ ക്രോമസോം 2 എക്സും വൈയും ആണ് അല്ലെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ലിംഗ ക്രോമസോം കൂടി, ഒരു സെക്സ് ക്രോമസോം കൂടി എക്സ്ട്രാ ഉണ്ടാവും. ആ ഒരു അവസ്ഥയ്ക്കാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം ഉള്ള അപ്പൊ ഒരാളുടെ ക്രോമസോം സംഖ്യ, ക്രോമസോം എത്ര ഉണ്ടായിരിക്കും? 44 ഓട്ടോസോംസ് ഓൾറെഡി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു സെക്സ് ക്രോമസോം എക്സ്ട്രാ അവർക്ക് വരും. അപ്പൊ എത്ര വരും? 47 അല്ലെ. ഇപ്പൊ ടോട്ടല് 47 ക്രോമസോം ആയിരിക്കും ഉള്ളത് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞത് 47 തന്നെയാണ് ഡൗൺ സിൻഡ്രോമില്. പക്ഷെ അവിടെ ഒരു ഓട്ടോസോം ആണ് കൂടിയത്. ഓട്ടോസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളാണ് കൂടിയത്. ഇവിടെ ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോംസിൽ എക്സ്ട്രാ ആഡ് ചെയ്ത ഒരു സെക്സ് ക്രോമസോം ആണ് അവിടെ ആഡ് ചെയ്തത്. ഒരു സെക്സ് ക്രോമസോം ആണ് ആഡ് ചെയ്തത്. അപ്പൊ അതും കൂടി ചേർക്കുമ്പോൾ 44 ഓട്ടോസോം പ്ലസ് 3 വരും. 2 സെക്സ് ക്രോമസോമിന് പകരം ഒരെണ്ണം എക്സ്ട്രാ കൂടി. അപ്പൊ 3 കൂടി ചേർത്തിട്ട് വരുമ്പോൾ 47 ക്രോമസോം. ഇങ്ങനെ 3 ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വേരിയേഷനിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന 3 ഡിസോർഡേഴ്സ് പഠിക്കാനുള്ളത്. ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, മൂന്നാമത്തെയാണ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ഇത് 3 ക്ലിയർ ആയില്ലേ? അപ്പൊ അതിനകത്ത് അങ്ങനെ ഉള്ളവർക്കിടെ ഒന്നില്ലെങ്കിൽ അവിടെ ക്രോമസോം നമ്പർ എത്രയാന്ന് ചോദിക്കാം. ഇപ്പൊ ഡൗൺ സിൻഡ്രോം ഉള്ള കാണുന്ന ഒരാളുടെ ക്രോമസോം നമ്പർ എത്രയാണ്? ഇപ്പൊ 45, 46, 47. അപ്പൊ അങ്ങനെ ആ ക്രോമസോം നമ്പർ നോക്കാം. പിന്നെ അതിനകത്ത് അതിന്റെ ഇതും തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാലോ, 45A+. അപ്പൊ ആളുടെ ശരീര ക്രോമസോമുകളുടെ എണ്ണം 40. ഇപ്പൊ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളുടെ ക്രോമസോമിന്റെ നമ്പർ 47. അതിന്റെ ഘടന എഴുതുമ്പോൾ 45A+XX. അത് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്തി വേണമെങ്കിൽ തരാം. അപ്പൊ അതും നമ്മളൊന്ന് ആ സ്ട്രക്ചറും ഇത് നോക്കി വെക്കാം. പിന്നെ അതിനകത്ത് എത്രയാണ് ക്രോമസോം നമ്പറും നോക്കാം. ഇത് 3 ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്നത്. പിന്നെ അടുത്താണ് ജെനിറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ജനിതക രോഗങ്ങൾ, അതായത് ജീനുകൾക്ക് ഉണ്ടാകുന്ന ഒരു തകരാറുകൾ വഴി ഉണ്ടാകുന്ന രോഗത്തിനാണ്. ജീൻസിലാണ് അവിടെ. മറ്റേത് ക്രോമസോമിലായിരുന്നു എക്സ്ട്രാ ഒരു ക്രോമസോം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ക്രോമസോം ഇല്ലാതിരിക്കുക. അങ്ങനെ ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ക്രോമസോമൽ ഡിസോർഡേഴ്സ് നമ്മൾ 3 പറഞ്ഞത്. ഇത് ജെനിറ്റിക് ഡിസോർഡേഴ്സ് ആണ്, ജനിതക രോഗങ്ങൾ. അപ്പൊ അത് എന്തുമായിട്ടാണ്? ജീനിലാണ് അവിടെ ഒരു ഇത് ചേഞ്ച് വരുന്നത്. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജുകളൊക്കെ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് 5 പറയാനുള്ളത്. ഹീമോഫീലിയ, രണ്ടാമത്തെ സിക്കിൾ സെൽ അനീമിയ, മൂന്നാമത്തെ ആൽബിനിസം, വർണ്ണാതത. 4 കേട്ടോ. 4 നമുക്ക് ഇപ്പൊ പഠിക്കാൻ തന്നിട്ടുള്ളൂ. പ്രധാന ജനിതക രോഗങ്ങൾ, ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വർണ്ണാന്തത. ഓക്കെ, അപ്പൊ 4 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ജെനറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് അത്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വർണ്ണാന്തത. ഇനിയിപ്പോ ഒന്നാമത്തെ നമ്മള് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറഞ്ഞ എന്തൊരവസ്ഥയാണ് ഹീമോഫീലിയ? രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഈ പ്രോട്ടീനുകളുടെ ഉൽപാദനം, അതിന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്ന ആ ജീനുകൾക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ്, എന്തെങ്കിലും ഒരു വൈകല്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മൂലം എന്താണ് രക്തം കട്ട പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആ സ്റ്റേജിനാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആണ്. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഇൻ വിച്ച് ദ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് പ്രോപ്പർലി. അതായത് ബ്ലഡ് ശരിക്കും പ്രോപ്പർ ആയിട്ട് ക്ലോട്ട് ആവാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഹീമോഫീലിയ. ഈ ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റു 2 പേരുകൾ കൂടി അറിയപ്പെടുന്നുണ്ട്. ക്രിസ്തുമസ് രോഗം.
അപ്പൊ ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഇതാണ് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം. രാജകീയ രോഗം, അതായത് റോയൽ ഡിസീസ്, രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ. ഓക്കെ, ക്രിസ്തുമസ് രോഗം, രാജകീയ രോഗം അല്ലെങ്കിൽ റോയൽ ഡിസീസ് എന്നൊക്കെ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആ ഡിസീസ് ആണ് ഹീമോഫീലിയ. വേൾഡ് ഹീമോഫീലിക് ഡേ എന്നാണ് അറിയോ? ഹീമോഫീലിയ ദിനമായിട്ട് ഏപ്രില് 17. ഓക്കെ, വെരി ഗുഡ്. സുരഭിയാണ് പറഞ്ഞത്. ഏപ്രില് 17 വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ട് അറിയപ്പെടുന്നത്. ഏപ്രിൽ 17 17. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ആ രക്തം കട്ട പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്കാണ് ഹീമോഫീലിയ. അത് ജീനുകളുടെ എന്തെങ്കിലും വൈകല്യങ്ങൾ കൊണ്ടോ എന്തൊക്കെ സംഭവിക്കുന്നതാണ് അത്. ഇനി രണ്ടാമത്തെ ആണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ, SICKLE, സിക്കിൾ സെൽ അനീമിയ. അത് അതായത് സിക്കിൾ സെൽ അരിവാൾ രോഗം എന്ന പേരില് അറിയപ്പെടുന്ന ഒരു രോഗമാണ്. അത് എന്താ പറ്റുന്ന RBC, അതിനകത്ത് റെഡ് ബ്ലഡ് സെൽസ് അത് വളഞ്ഞ് എന്തുപോലെ ഇരിക്കും, ഒരു അരിവാൾ ഷേപ്പിന്റെ പോലെ ആകും അല്ലെ. അതുകൊണ്ടാണ് അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഈ ജീനുകളിൽ ഉണ്ടാകുന്ന വൈകല്യം, അതായത് ജീനുകളിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രക്തത്തില് ഉള്ള ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തില് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നു. അതിന്റെ ഫലമായിട്ട് ഹീമോഗ്ലോബിന്റെ ഘടനയിൽ തന്നെ RBCയില് ഉള്ള ഹീമോഗ്ലോബിന്റെ ആ ഘടനയില് തന്നെ ഒരു മാറ്റം ഉണ്ടാകുകയും അവിടെ RBC റെഡ് ബ്ലഡ് സെൽസ് അത് വളഞ്ഞ് അരിവാള് പോലെ വളയുകയും ചെയ്യുന്നു. അപ്പോ ഈ RBC സെൽസ് എന്തിനു സഹായിക്കുന്ന, ഓക്സിജൻ സംവഹനത്തെ സഹായിക്കുന്നതാണല്ലോ. അപ്പൊ ഇങ്ങനെ അതിന്റെ ആ സാധാരണ രീതിയിലിരിക്കുന്ന RBC വളഞ്ഞ് റെഡ് ബ്ലഡ് സെൽസ് വളഞ്ഞ് അരിവാള് പോലെ ഇരിക്കുമ്പോൾ ആ അരുണ രക്താണുക്കളുടെയൊക്കെ ഈ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജീനുകളിൽ ഉണ്ടാകുന്ന വൈകല്യം മൂലം RBCയില് റെഡ് ബ്ലഡ് സെൽസ് വളഞ്ഞ് അരിവാള് പോലെ ഇരിക്കുന്നു. അപ്പൊ അത് നോർമൽ അതിന്റെ ഫങ്ഷൻ നിർവഹിക്കാൻ പറ്റില്ല. അപ്പൊ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു. ഈ ഒരു സ്റ്റേജിനാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അരിവാൾ രോഗം, അപ്പൊ RBC വളഞ്ഞ് അരിവാള് പോലെയാകുന്നു, അതുകൊണ്ട് അരിവാൾ രോഗം എന്നറിയപ്പെടുന്നു. സിക്കിൾ സെൽ അനീമിയ is a disease is inherited blood disorder that affect the hemoglobin that the protein carries oxygen through the body. അതായത് നമ്മൾ ആ പ്രോട്ടീൻ സംവഹനത്തെ സഹായിക്കുന്ന ഓക്സിജൻ സംവഹന ശേഷി കൂട്ടുന്നതാണല്ലോ RBC റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ അതിന്റെ പ്രവർത്തനം സാധാരണ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു, ഈ RBC വളഞ്ഞ് എന്ത് ചെയ്യുന്നു, അരിവാള് പോലെ ആകുന്നു. ആ ഒരു അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. പിന്നെ മൂന്നാമത്തെ ആണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കളർ ബ്ലൈൻഡ്നെസ് ഇത് നമ്മുടെ ഐയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കളർ ബ്ലൈൻഡ്നെസ് എന്താ വെച്ചാൽ എന്താ അവസ്ഥ, കളേഴ്സിനെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ, നിറങ്ങള് തിരിച്ചറിയാൻ കഴിയാത്ത കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സർട്ടൻ കളേഴ്സ്. പല കളേഴ്സിനെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, അതിനെ തിരിച്ചറിയാൻ പറ്റില്ല ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്ധതയുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. അത് നോക്കണം. വർണ്ണാന്ധതയുള്ള ആളുകൾക്ക് തിരിച്ചറിയാനാവാത്ത നിറമാണ് ചുവപ്പും പച്ചയും എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ്, അത് കൂടുതൽ നമ്മൾ ഐയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ്, ഒരു ജെനറ്റിക് ഡിസോർഡർ ആണെന്ന് നോക്കുക, വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ആൽബിനിസം ആണ്. ആൽബിനിസം ഇത് ഏത് പഠിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? ആൽബിനിസം
സ്കിന്നിന്റെ അല്ലെ, സ്കിന്നിന്റെ സ്ട്രക്ചർ, സ്കിൻ പഠിച്ചപ്പോ പറഞ്ഞതാണ് ആൽബിനിസം എന്ന് പറയുന്നത്. എന്തിന്റെ കുറവും കൊണ്ട് ഉണ്ടാകുന്നതാണ്? മെലാനിൻ അല്ലെ, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു, അതായത് മെലാനിൻ. ആ മെലാനിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തർക്കുടെ സ്കിന്നിന്റെ കളേഴ്സ്. ചിലര് നല്ല വൈറ്റ് ആയിരിക്കും, ചിലര് എന്താണ് നല്ല ബ്ലാക്ക് ആയിരിക്കും, ചിലര് ഒരു ഇടത്തരം ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ നമ്മുടെ സ്കിന്നിന് കളർ എന്തിനെ, മെലാനിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മെലാനിന്റെ അഭാവം മൂലം ത്വക്കിന് ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം എന്ന് പറയുന്നത്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഏത് ഞാനിതിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതിൻ വൈറ്റമിൻസിന്റെ ക്ലാസ്സിലല്ല, ഏത്, ഒരു മിനിറ്റ്, സ്കിന്നിന്റെ പറഞ്ഞു, അതന്നെ സ്കിന്നിന്റെ തന്നെ ആ ക്ലാസ്സിലാണ്. അവിടെ നമ്മൾ സ്കിന്നിന്റെ ഡിസോർഡേഴ്സ് പറഞ്ഞപ്പോ അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് എന്ന് പറഞ്ഞു. അതിന് കാരണം വൈറസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആരോ എന്നോട് ചോദിച്ചായിരുന്നു, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സോറിയാസിസ് ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് സോറിയാസിസ് കറക്റ്റ് ഫംഗസ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതും കൊണ്ട് ബാക്ടീരിയ ഫംഗസ് ഒക്കെ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല അത് സോറിയാസിസ് എന്ന് പറയുന്നത്. ശരിക്കും അതെന്ന് വെച്ചാൽ ഒന്നില് ജെനറ്റിക് പരമായിട്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൊണ്ട് നമ്മുടെ ഒരു വരുന്ന ഒരു രോഗമാണ്. ത്വക്കിന്റെ ആ സ്കിന്ന് മേൽപ്പാട് അടർന്ന് വീഴുന്ന ആ രോഗത്തിനാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതല്ല. അത് എന്ന് പറഞ്ഞാൽ അതിന് ജെനറ്റിക്കും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ കാരണം ഉണ്ടാകുന്ന, അത് മൂലമൊക്കെ വരുന്ന ഒരു ഡിസീസ് ആണ് സോറിയാസിസ്. അതൊരു സാംക്രമിക രോഗമല്ല, കണ്ടാജീനസ് അല്ല അത്. അത് മറ്റ് ഏതാണ് വാട്സ് അല്ലെങ്കിൽ അരിമ്പാറ നമ്മൾ പറഞ്ഞു വൈറസ് കാരണാന്ന് പറഞ്ഞു. അപ്പൊ സോറിയാസിസിന്റെ കാര്യം ചോദിച്ചായിരുന്നു. അതൊരു ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ അല്ല സോറിയാസിസ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയില് ഇമ്മ്യൂൺ റെസ്പോൺസിബിള് ഉണ്ടാകുന്ന ഒരു ഇതാണ്, ജെനറ്റിക്കും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഈ സോറിയാസിസ് ഒക്കെ ഉണ്ടാകാനൊരു കാരണം, ഒരു റീസൺ ആയിട്ട് അവിടെ പറയുന്നത്. ഇതിപ്പോ ഈ സ്കിന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. അപ്പൊ മെലാനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആൽബിനിസം. മെലാനിൻ എന്ന് പറഞ്ഞത് സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്രോമസോമൽ ഡിസീസ് നമ്മൾ 3 പഠിച്ചു. പിന്നെ അടുത്തത് 4 പറഞ്ഞത് ജെനറ്റിക് ഡിസീസ് ആണ്, ജനിതക രോഗങ്ങളാണ്. ഹീമോഫീലിയ പറഞ്ഞു, സിക്കിൾ സെൽ അനീമിയ പറഞ്ഞു, പിന്നെ 3ാമത്തെ ആൽബിനിസം, അടുത്ത ലാസ്റ്റ് വൺ വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. അങ്ങനെ 4 ഡിസോർഡേഴ്സും ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. എന്താ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ ശരീരത്തിലുള്ള ജീനുകള് അതിന്റെ ഘടനയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് അതിന്റെ ക്യാരക്ടേഴ്സ്, സ്വഭാവത്തെ ഒരു നിയന്ത്രിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മുടെ അതിനകത്തുള്ള ജീന് അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾക്കൊക്കെ എന്താണ്, അതിനൊരു ചേഞ്ച് കൊടുക്കുന്നു. ജനിതക ഘടനയില് മാറ്റം വരുത്തിയിട്ട് ജീവികളുടെ, അപ്പൊ അത് ആ ഘടന, ജനിതക ഘടന, ജെനറ്റിക് ക്യാരക്ടേഴ്സ് അതിന് മാറ്റം, ജീനിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ക്യാരക്ടേഴ്സ് വ്യത്യാസം വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ സ്വഭാവത്തെ, അപ്പൊ എന്നിട്ട് ആ ക്യാരക്ടേഴ്സിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യക്കാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. Genetic engineering is the technology of controlling traits of organism by bringing about desirable changes in the genetic constitution of organism. Genetic constitutions എന്താണ് ഒരു ചേഞ്ചസ് ഒക്കെ, ഡിസറബിൾ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അതിന്റെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നോളജിക്കാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിവിടെ നോക്കേണ്ട ഒരു പോയിന്റ്, ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ്, അല്ലാതെ ജനിതക എഞ്ചിനീയറിംഗ് എന്താണെന്ന് അങ്ങനെയല്ല ചോദിക്കുന്നത്. അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന പോൾ ബർഗ് ആണ്. ജെനറ്റിക് എഞ്ചിനീയർ പറയുമ്പോൾ എഞ്ചിനീയറിംഗിന്റെ ആ ഒരു ഏരിയയില് നമ്മൾ ഇതൊന്ന് നോട്ട് ചെയ്യണം. ജെനറ്റിക്, ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്? പോൾ ബർഗ്, PAUL, പോൾ ബർഗ്, BERG. അപ്പൊ ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ ബർഗ് ആണ്. പോൾ ബർഗ്. ഓക്കെ,
ഇനിയിപ്പോ ഇത് കൂടാതെ 2 എൻസൈമുകളുടെ പേരും ഇതിനൊപ്പം നമ്മൾ നോക്കി വെക്കണം. ജനിതക എഞ്ചിനീയറിംഗ് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, RESTRICTION, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ENDONUCLEAS, ന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പൊ ജീന് കുറച്ച് കട്ട് ചെയ്തൊക്കെ മാറ്റി വേറെ ജീനൊക്കെ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ജീനുകളെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം, ആ എൻസൈമിന്റെ പേര് നോക്കണം. ജനിതക എഞ്ചിനീയറിംഗിൽ ജീനുകളെ തുടച്ചു മാറ്റാൻ അല്ലെങ്കിൽ തുടച്ചു മാറ്റാൻ മുറിച്ചു മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. Enzyme restriction endonuclease is used to cut gene. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജീനുകളെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇതിനെ ജനിതക കത്രിക എന്നറിയപ്പെടുന്ന എൻസൈം ആണ്. കത്രിക എന്ത് ചെയ്യാനാ? കട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നേ. അപ്പൊ ജീനുകളെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻസൈം ആണ്. ആ എൻസൈമിന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇതിനെ ജനിതക കത്രിക എന്നറിയപ്പെടുന്നു. അപ്പോ ജനിതക കത്രിക എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ, ഹു ഇസ് ദ ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ആരാണ് ഫാദർ? ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് പോൾബർഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നോളജിയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ജീനുകളെ കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുറിച്ചു മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ 2 കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടിയോ? ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നിന്ന് ഫാദർ ആരാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ, കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇനി ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രം മതിയോ? അതിന് ജോയിൻ ചെയ്യണ്ടേ ജീനുകളെ? അപ്പൊ ഇങ്ങനെ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെ ജീനുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് ലിഗേസ്. LIGASE, ലിഗേസ്. The enzyme ligase is used for joining genes. ആ ജീനുകളെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ എൻസൈം ആണ് ലിഗേസ്. LIGASE. ഇപ്പൊ 2 എൻസൈമുകളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഒന്നാമത്തെ ജീനുകളെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. രണ്ടാമത്തെ, ജീനുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് ലിഗേസ്. ആ 2 എൻസൈമിന്റെ പേരും ഒന്ന് നോക്കണം. ഈ ലിഗേസിന് പറയുന്ന മറ്റൊരു പേര് ഈ എന്താണ്? ഇത് ജോയിൻ ചെയ്യല്ലേ, ജീനുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യാണ്. അതുകൊണ്ട് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ആണ് ലിഗേസ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ആണ് ലിഗേസ്. ഓക്കെ, ഇത് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ് ഷാൻവാക് ബി. ഇത് നിങ്ങൾക്ക് നോട്ട് തരും, അപ്പൊ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോട്ടിലുണ്ട്, ഇന്ത്യ തദ്ദേശീയമായി ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണ് ഷാൻവാക് ബി എന്ന് പറയുന്നത്. പിന്നെ ഇതുമായിട്ട് ഇതിനകത്ത് ജീനിനകത്ത് വരുന്ന മറ്റൊരു DNA ഇതുമായിട്ട് വരുന്നതാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ്, അതായത് ക്രോമസോമുകളിലുള്ള ഈ DNA തന്മാത്രകളില് ആ DNA തന്മാത്രകളുടെ ഘടനയില് അതിന്റെ സ്ട്രക്ചറിന്റെ വ്യത്യാസം അതിന്റെ അടിസ്ഥാനമാക്കി വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. കേട്ടിട്ടില്ലേ? DNA സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ, ഓരോ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോ അല്ലെ, DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഘടന നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആർക്കടി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ,
അതാണ് ക്രോമസോമിലെ DNA തന്മാത്രകളുടെ ഘടനയിലെ വ്യത്യാസം അടിസ്ഥാനമാക്കിയിട്ട് ഓരോ പേഴ്സണെയും ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടെക്നോളജിക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അലക്സ് ജെഫ്രി ആണ്. അലക്സ് ജെഫ്രി, ALEC, അലക്സ് ജെഫ്രി, JEFFREYS, ജെഫ്രി. അലക്സ് ജെഫ്രി ആണ് DNA ഫിംഗർ പ്രിന്റിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ DNA ഫിംഗർ പ്രിന്റിന്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന. പ്രൊഫൈലിംഗ്, PROFILING, DNA പ്രൊഫൈലിംഗ് എന്നറിയപ്പെടുന്ന DNA ഫിംഗർ പ്രിന്റ് തന്നെയാണ്. DNA ഫിംഗർ പ്രിന്റിന്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിംഗ്. ഓക്കെ, ഇനി ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആരംഭിച്ചത് കൊൽക്കട്ടയിലാണ്. 1897 അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആരംഭിച്ചത് കൊൽക്കട്ടയിലാണ്. കൊൽക്കട്ട. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് അതിനകത്ത് വരുന്നതാണ് ഈ നമ്മുടെ ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ജനിതക വസ്തു, മൊത്തം ആ ജനറ്റിക് ആയിട്ടുള്ള ക്ലിയർ അല്ലേ? ഓക്കെ, DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ മറ്റൊരു പേരാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന. DNA പ്രൊഫൈലിംഗ് ലോകത്തിലെ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആരംഭിച്ചത് കൊൽക്കട്ടയിലാണ്. ഓക്കെ, കൊൽക്കട്ട. ഇനി ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ആ ജനിതക വസ്തുക്കളെ മൊത്തമായിട്ട് അറിയപ്പെടുന്നതാണ് ജീനോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൊത്തം ജനിതക വസ്തുക്കളെ മൊത്തമായിട്ട് അറിയപ്പെടുന്നതാണ് ജീനോം. ഇയർ ഏതാണ്? 1897 ആദ്യമായിട്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആരംഭിച്ചത് കൊൽക്കട്ട. ഇയർ 1897. ഇനി അടുത്തുന്ന നമ്മൾ അതുപോലെ തന്നെ മനുഷ്യ ജീനോമിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് മനുഷ്യ ജീനോമിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ആരംഭിച്ചിട്ടുള്ള ആ പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആരംഭിച്ചത് 1990 1990 ഹ്യൂമൻ ജീനോം പദ്ധതി ആരംഭിച്ചത്. അതിന്റെ ആദ്യത്തെ മേധാവി എന്ന് പറയുന്നത് ജെയിംസ് വാട്സൺ ആണ്. ജെയിംസ് വാട്സൺ ഈ ഓരോ മനുഷ്യ ജീനോമിന്റെ ഓരോ രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മനുഷ്യ ജീനോം പദ്ധതി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പദ്ധതി ആരംഭിച്ചത് 1990 അതിന്റെ ആദ്യത്തെ മേധാവി എന്ന് പറയുന്നത് ജെയിംസ് വാട്സൺ ആണ്. ജെയിംസ് വാട്സൺ. ഇപ്പൊ നമ്മള് DNA ഫിംഗർ പ്രിന്റിംഗ് പറഞ്ഞ് അതുപോലെയുള്ള മറ്റൊരു ഇതാണ് ജനിതക മാപ്പിംഗ് അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ജീൻ മാപ്പിംഗ് അതായത് ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമാകുന്ന ജീനിന്റെ സ്ഥാനം DNA എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്ന ആ സാങ്കേതിക വിദ്യക്കാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ജീനുകൾ അത് ക്രോമസോമില് എവിടെയാണ്, ഏത് സ്ഥലത്താണ് ആ ജീനിന്റെ സ്ഥാനം, ആ സ്പെസിഫിക് ചെയ്ത ആ ഒരു ജീനിന്റെ ഒരു പ്രത്യേക ക്യാരക്ടർ കാണിക്കുന്ന ആ ഒരു ജീനിന്റെ സ്ഥാനം DNA എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ജനിതക മാപ്പിംഗ് അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് എന്ന് പറയപ്പെടുന്നത്. Gene mapping refers to the process of determining the location of the gene on chromosomes. ആ ക്രോമസോംസില് ആ ജീനിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ജനിതക മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ അതിനകത്ത് ഈ അതിനകത്ത് ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ജീനാണ് ലാബ് ജീൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ജീനാണ് ലാബ് ജീൻ.
ലാക് ജീൻ, LAC, ലാക് ജീൻ എന്ന് പറയുന്നത്. ഇനി പിന്നെ അടുത്തത് അത് എവിടെന്ന് വെച്ചാൽ ഈക്കോളി എന്ന ബാക്ടീരിയയിൽ നിന്ന്, ബാക്ടീരിയ ഈക്കോളി നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ന്യൂമോണിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഈക്കോളി എന്ന് പറഞ്ഞ ആ ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചിട്ടുള്ള ജീനാണ്. അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ജീനാണ് ലാക് ജീൻ. ആദ്യമായി വേർതിരിച്ചെടുത്ത ജീനാണ് ലാക് ജീൻ എന്ന് പറയുന്നത്, ലാക് ജീൻ. ഇനി ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു ഇതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി അതായത് നമ്മൾ ആ മൊത്തം ആ ജനിതക വസ്തുക്കളെയാണ് ജീനോം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ജീനോമിൽ നിന്നും രോഗകാരികളായ ജീനുകൾ, എന്തെങ്കിലും ഡിസീസസിനൊക്കെ കാരണമാകുന്ന ആ ജീൻസിനെയൊക്കെ എടുത്തു മാറ്റിയിട്ട് പകരം നല്ല പ്രവർത്തനക്ഷമമായത് അല്ലെങ്കിൽ രോഗമൊന്നും ഇല്ലാത്ത ജീനുകളെ ഉൾപ്പെടുത്തി അപ്പൊ ആ ഒരു ഡിസീസിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ വേണ്ടി, ആ ഡിസീസിൽ നിന്നും രക്ഷ നേടുന്ന ആ ചികിത്സാ രീതിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ജീനോമിൽ നിന്നും ഏത് ജീനാണോ ഡിസീസിന് കാരണം എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ ജീനുകളെ മാറ്റിയിട്ട് ആ പ്ലേസിൽ ട്രാൻസ്ഫർ ചെയ്യാണ് അവിടെ. അപ്പൊ ആ പ്ലേസിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീനിനെ അവിടെ വെച്ചിട്ട് ആ ഡിസീസിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്ന ആ ഒരു ചികിത്സാ രീതിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്, ജീൻ തെറാപ്പി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജീൻ ബാങ്ക്. നെക്സ്റ്റ് വരുന്നതാണ് ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വേർ ദ സീഡ്സ് ആൻഡ് കട്ടിംഗ് ഫ്രം ദ ലാർജ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആർ കെപ്റ്റ് ഈസ് കോൾഡ് ജീൻ ബാങ്ക് അല്ലെങ്കിൽ സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഏതാണ് സീഡ്സുകൾ, അതുപോലെ തന്നെ കട്ടിംഗ് ഫ്രം ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, നല്ല വെറൈറ്റി പ്ലാന്റ്സിന്റെ ആ കട്ടിങ് സ്റ്റെം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ടിഷ്യൂ കൾച്ചറൊക്കെ അല്ലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ആ പ്ലേസിനാണ് ജീൻ ബാങ്ക് അല്ലെങ്കിൽ സീഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ജനിതക സാമഗ്രികള് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കപ്പെടുന്നത് ജീൻ ബാങ്കുകളിലാണ്. അവിടെ ഈ ജീൻ ബാങ്കുകളിൽ എന്ന് വെച്ചാൽ വിത്തുകള്, സീഡുകള്, പിന്നെ അതുപോലെ തന്നെ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്ത തൈകള്, ഇപ്പൊ നമ്മള് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടിഷ്യൂ കൾച്ചർ വാഴകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടൂലേ. അപ്പൊ അങ്ങനെയുള്ളത് ടിഷ്യൂ കൾച്ചർ തൈകള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെംസുകള്, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന, അത് സൂക്ഷിക്കുന്ന ആ ഒരു പ്ലേസിനാണ് ജീൻ ബാങ്ക് എന്ന് പറയുന്നത്, ജീൻ ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജെനറ്റിക് എന്ന് പറഞ്ഞ ജനിതക ശാസ്ത്രം ആ ഒരു മേഖലയായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതും നമുക്കിപ്പോ NCERT SCERT ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് ടെക്സ്റ്റിലും കോമൺ ആയിട്ടൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കില് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെ ലാസ്റ്റ് പറഞ്ഞതൊക്കെ ജസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആ ജീന് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് DNA RNA അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. അതിനകത്തുള്ള നൈട്രജൻ ബേസുകൾ അതാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓരോ നൈട്രജൻ DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ് DNA-യിലെ ആ നൈട്രജൻ ബേസിന് നമ്മൾ ഒരു നൈട്രജൻ ബേസ് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ആ നൈട്രജൻ ബേസ് ഏതാ, തൈമീന് പകരം അവിടെ RNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ്, യുറാസിലെ. അപ്പൊ അതങ്ങനെ നോക്കാം. പിന്നെ ഓരോ നൈട്രജൻ ബേസുകളും ഏതുമായിട്ടാണ് അവിടെ പെയർ ചെയ്യുന്നത്, അതങ്ങനെ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്ന തൈമീനുമായിട്ടായിരിക്കും, ഗ്വാനിൻ സൈറ്റോസിനും ആയിട്ടായിരിക്കും പെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് ഏതൊക്കെ ഇതുമായിട്ടാണ് പെയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡിസോർഡേഴ്സ്, ജെനറ്റിക് ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. അതിന്റെ ഓരോന്ന് ക്രോമസോമിലെ ഒരു ചെറിയ വേരിയേഷൻ അല്ലെ, എക്സ്ട്രാ ഒരു ക്രോമസോം ആഡ് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോ ഇന്നിപ്പോ തന്നെ 48 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ, 100 ചില്ലാൻ പേരൊക്കെ ഉണ്ടാവുന്നതല്ലേ. ഇപ്പൊ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ പിള്ളേർക്കും ഒക്കെ അവധിയാണല്ലോ. പിന്നെ ഇന്ന് നിങ്ങൾക്ക് നൈറ്റ് ക്ലാസിന്റെ ടൈം അല്ലേ ഇന്ന് വ്യാഴാഴ്ച, അതുകൊണ്ട് എന്താണെന്നറിയില്ല കുറച്ച് പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസസുകൾ, ക്രോമസോമൽ ഡിസോർഡേഴ്സ് പറഞ്ഞു, പിന്നെ അതുപോലെ ജെനറ്റിക് ഡിസോർഡേഴ്സും പറഞ്ഞു.
അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ക്രോമസോമില് ഒരു എക്സ്ട്രാ ക്രോമസോം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അതിൽ നിന്ന് ഒരു ക്രോമസോം ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ വരുന്ന 3 സിൻഡ്രോംസ് ഡൗൺ സിൻഡ്രോമും ടർണർ സിൻഡ്രോമും ക്ലിൻഫിൽട്ടർ സിൻഡ്രോമും, അത് 3 നമ്മൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ടിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇതിങ്ങനെ ഓരോ ജീവികളുടെ ക്രോമസോം നമ്പറുകൾ അല്ലെ. നമ്മള് പറഞ്ഞു 46 ക്രോമസോമാണ് നമുക്കുള്ളത്, 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമാണ്. അത് മെയിലില് എക്സും വൈയും, ഫീമെയിലാണെങ്കിൽ എക്സും ആയിരിക്കും. അങ്ങനെ 46 ഓരോ ഇതും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരു 2 ക്രോമസോം നമ്മൾ ഇന്ന് 2 ക്രോമസോം കൂടിക്കഴിഞ്ഞാൽ ഗൊറില്ലയിലെ ക്രോമസോം നമ്പർ 48 ആണ്. പിന്നെ അതുപോലെ തന്നെ 2 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ 44 ആണെങ്കിൽ മുയലാണ്. അപ്പൊ അങ്ങനെ ഓരോ ജീവികളുടെയും ക്രോമസോം നമ്പർ ഒരു ടേബിളില് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതും ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ഇന്ന ജീവിയിലെ ക്രോമസോം നമ്പർ എത്രയാണ്, അങ്ങനെയാണ് അതിനകത്തും കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലും ക്രോമസോം നമ്പേഴ്സും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇത് ജെനറ്റിക്സിന്റെ ഇത്രയും ഏരിയകളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ് ഒക്കെ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് സാറ്റർഡേ അല്ലേ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. Thank you, miss. താങ്ക് യു മിസ്. ഓക്കെ, Thank you, miss.